ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം സെവൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫോക്സ്, നിങ്ങളെല്ലാവരും നമ്മുടെ ഈ യാത്രയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കാച്ചിഗുഡ മധുര എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. നമ്മൾ കാച്ചിഗുഡയിൽ നിന്നും സേലത്തേക്കാണ് പോകുന്നത്. പാർട്ട് 1 ഞാൻ ധോൺ ജംഗ്ഷൻ വരെയുള്ള വീഡിയോസ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് ധോൺ ജംഗ്ഷൻ മുതൽ അങ്ങോട്ടുള്ള കാഴ്ചയെല്ലാം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം, ഈ സെക്കൻഡ് പാർട്ടിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ ധോൺ ജംഗ്ഷൻ മുതൽ ഗുത്തി വഴി, ധർമാവരം വഴി, പക്കാല വഴി സേലത്തേക്കുള്ള യാത്രയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. സോ വെൽക്കം ടു വീഡിയോ. അപ്പോൾ നമ്മളങ്ങനെ ധോൺ ജംഗ്ഷനോട് വിട പറഞ്ഞു. ഒരു ലോഡഡ് കോൾ റേക്കാണിത്. പിന്നെ ലോക്കോ ഉണ്ട്, ട്വിൻ G9s ആണ്. അവിടെയും പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ 2 പ്ലാറ്റ്ഫോമും കൂടി ഉണ്ട്. 5 പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ മൊത്തം ഗോമോ ഷെഡിൻ്റെ അപ്പോൾ അങ്ങനെ ധോൺ ജംഗ്ഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അനന്തപൂറാണ്. ഇടയ്ക്ക് ഗുത്തി ഉണ്ട്, ഗുത്തി സ്റ്റോപ്പില്ല. അപ്പോൾ ഈ ധോൺ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരത്തേക്ക് അങ്ങോട്ട് ഡബിൾ ലൈൻ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെద్దപ്പള്ളി എന്നാണ് തോന്നുന്ന സ്റ്റേഷൻ്റെ പേര്. നമ്മൾ തിരിഞ്ഞു പോകുന്ന സ്റ്റേഷൻ, അവിടം വരെ നമുക്ക് ഡബിൾ ലൈനാണ്. ഈ ഡബിൾ ലൈൻ പക്ഷേ നേരെ ഗുണ്ടകലിലേക്ക് പോകും. ആക്ച്വലി ഗുണ്ടകലിലേക്ക് പോകുന്നൊരു മേജർ ഫ്രൈറ്റ് റൂട്ടാണിത്. അതായത് ഗുണ്ടൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഗുണ്ടൂർ നണ്ട്യാൽ അങ്ങനെയൊക്കെ വന്ന് ഗുണ്ടൂർ നണ്ട്യാൽ ധോൺ വഴി വന്ന് ഗുണ്ടകൽ അങ്ങനെ കയറി ബല്ലാരി, അവിടെ നിന്ന് അങ്ങനെ ഫർദർ ഹോസ്പേട്ട് ആ സൈഡിലോട്ടൊക്കെ പോകുന്നൊരു മേജർ ഫ്രൈറ്റ് റൂട്ടാണിത്. അപ്പോൾ ഒരു മേജർ ഫ്രൈറ്റ് റൂട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഇവർ ഡബിൾ ചെയ്തിരിക്കുന്നത്. പാസഞ്ചർ ട്രെയിനുകൾ, യാത്രാ വണ്ടികൾ വളരെ കുറവാണ് ഈ സൈഡിൽ. പാസഞ്ചർ ട്രെയിനുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പാസഞ്ചർ ട്രെയിൻ ഒരു ദിവസം 2 3 ഒക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് എക്സ്പ്രസ് ട്രെയിനുകൾ പാസിംഗ് ത്രൂ ഉണ്ടാവും. നണ്ട്യാൽ റൂട്ടിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വണ്ടി ഒരു പഴയ പാസഞ്ചർ ട്രെയിനാണ്. അതിപ്പോൾ എക്സ്പ്രസ് ആയിട്ട് ഓടുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ആ വണ്ടി അടുത്ത പ്രാവശ്യം നമുക്ക് ആ വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു വണ്ടിയിലോട്ട് ടിക്കറ്റ് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റൂട്ട് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ അത്യാവശ്യം നല്ല പെർമിസിബിൾ സ്പീഡ് ഉണ്ട്. നമ്മൾ വെച്ചലക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മല്ലിയാല, ഇവിടെ പുറകിലെ കല്ലടിക്ക് വെച്ചിരിക്കുന്ന പോലത്തെ മലയാണ്, കണ്ടോ? അത് ടെസ്റ്റ് വാഗൺസ് ആയിരുന്നു. അത് ഈ റോളിംഗ് വേ ബ്രിഡ്ജ് ടെസ്റ്റ് ചെയ്യാനുള്ള വാഗണാണത്. ഈ റൂട്ട് വഴി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യാത്ര ചെയ്തപ്പോൾ ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. കാര്യം സാധാരണ ഞാൻ എപ്പോഴും റൈറ്റ് സൈഡിലാണ് നിൽക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ വിഷ്വൽസ് നമ്മൾ കാണില്ല. ലെഫ്റ്റ് സൈഡിലെ വിഷ്വൽസ് അതുപോലെ നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ യാത്ര നമ്മൾ കാണാറുള്ളൂ. ബ്രേക്ക് ആപ്ലിക്കേഷൻ തുടങ്ങി. നമ്മൾ തിരിയുന്ന സ്ഥലം എത്തി തോന്നുന്നു.
തിരിയുന്ന സ്ഥലമെത്തി. ഇവിടുന്ന് അല്പം മുന്നിൽ സ്റ്റേഷൻ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് നമ്മൾ ഗുത്തി ലൈനിലേക്ക് കയറും. ഗുത്തി ലൈനൊരു സിംഗിൾ ലൈനാണ് കേട്ടോ, ഗുത്തി വരെ സിംഗിൾ ലൈനാണ്. ട്വിൻ വാഗണൈൻ ഷെഡിൻ്റെ പേര് കാണാനില്ല. പത്രാത്തു റെയിൽ പാനൽസാണ്. പെണ്ടക്കല്ലുമാണ്, പെద్దപ്പള്ളിയല്ല, പെണ്ടക്കല്ലു ജംഗ്ഷനാണ്. സോറി, പെద్దപ്പള്ളിന്ന് തെറ്റി പറഞ്ഞു. പെద్దപ്പള്ളി ഇവിടെ അല്ല, പെద్దപ്പള്ളി വേറെ എവിടെയാണ്. പെണ്ടക്കല്ലു ജംഗ്ഷൻ. യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പുള്ള ഏതോ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ ആന്ധ്രാപ്രദേശിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ പ്രത്യേകിച്ച് നമ്മൾ ജംഗ്ഷനുകളുടെ എണ്ണം എടുത്ത് മടുക്കും. അത്രയും ജംഗ്ഷൻസ് ഉണ്ട് ഇവിടെ. ഒരു ട്രെയിൻ ഉണ്ടല്ലോ. എങ്ങോട്ട് പോകുന്നൊരു ഡെമോ ധോണായിരിക്കും മിക്കവാറും. എന്തായാലും നമുക്ക് അതിൻ്റെ ബോർഡ് വായിച്ചെടുക്കാൻ പറ്റില്ല, കാര്യം അത്രയും സ്ഥലപ്പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നേരെ പോകുന്നതാണ് ഗുണ്ടക്കല്ലേക്ക് പോകുന്ന ലൈൻ. പെണ്ടക്കല്ലിൽ ഗുണ്ടക്കല്ലേക്ക് പോകുന്ന ലൈനാണ്. ഈ ലൈൻ നേരെ ഗുണ്ടക്കൽ സ്റ്റേഷനോട് പോയി കയറും. നമ്മൾ ലെഫ്റ്റിനോട് തിരിഞ്ഞ് നമ്മൾ കുത്തി സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ കുത്തി ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുണ്ടക്കൽ ലൈനിൽ നമ്മൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ഗുണ്ടക്കൽ ലൈനിലുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ പല ഓപ്ഷൻസ് ഞാൻ നോക്കുന്നുണ്ട്, പല ട്രെയിനുകളെ ഞാൻ നോക്കുന്നുണ്ട്. ഏത് ട്രെയിനാണ് നമുക്ക് ഫിറ്റ് ആവുന്നതൊക്കെ നോക്കാം. ഇതുവഴി ഒരു യാത്ര, ഇതുവഴി അങ്ങനെ നേരെ പോകുന്നൊരു യാത്ര എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതൊരു സിംഗിൾ ലൈൻ റൂട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത്ര നേരം കണ്ട അതേപോലത്തെ ലാൻഡ്സ്കേപ്പ് തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ റൂട്ടിന് സ്പീഡ് ലിമിറ്റ് കുറവാണെന്ന് തോന്നുന്നു, ഒരു 80 ഉള്ളൂ നമ്മുടെ പോക്കോനായിട്ട്. ഒരു ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ലൈൻ എക്സിസ്റ്റിംഗ് ലൈൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. കല്ലൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്, ലാൻഡ് ലെവൽ ചെയ്തിട്ടുണ്ട്. ഈ റൂട്ടിൽ ഡബിളിംഗ് ഒരു നല്ല ഐഡിയ ആണ്, കാര്യം ഫ്രൈറ്റിന് ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ട് കൂടി ആവുമല്ലോ. ഈ റൂട്ടിൽ 2 സ്റ്റേഷനുകളുണ്ട്, പക്ഷേ എൻ്റെ അറിവിൽ ഇതുവഴി പാസഞ്ചർ ട്രെയിൻസ് ഒന്നുമില്ല, നിർത്തുന്ന ട്രെയിനുകളൊന്നുമില്ല. അപ്പോൾ മേ ബി അത് ക്രോസിങ്സിന് വേണ്ടി മാത്രം പറഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റേഷനുകളായിരിക്കും. ചെറുതായിട്ട് സ്പീഡ് കുറയുന്നുണ്ട്. ഗുത്തി എത്താറായിട്ട് തോന്നുന്നു. കുറച്ചിനകത്തൊരു ബോർഡ് ഉണ്ട്, അനന്തപൂർ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗുത്തി അനന്തപൂർ ഡിസ്ട്രിക്റ്റിലാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ട്വിൻ G9 ഫ്ലൈറ്റ് കിടക്കുന്നതാണ് മെയിൻ ലൈന്. അതാണ് ഗുണ്ടക്കലിന് ഗുത്തിയിലേക്ക് വരുന്ന മെയിൻ ലൈൻ. ഗുണ്ടക്കലിന് അങ്ങനെ ഗുത്തി വഴി നേരെ റെനിഗുണ്ടയ്ക്ക് പോകുന്ന മെയിൻ ലൈനാണത്. അപ്പോൾ ഫ്ലൈറ്റിന് ഇപ്പോൾ ഇവിടെ കിടക്കും.
ഫ്ലൈറ്റ് ഇനിയിപ്പോൾ നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ മിക്കവാറും ഫ്ലൈറ്റിനുള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഈ കാണുന്നതാണ് ഹോം സിഗ്നൽ. ഈ മഞ്ഞ കളർ ബോർഡ് വരെ അവർക്ക് വേണമെങ്കിൽ വന്ന് നിൽക്കാം, പക്ഷെ അവരങ്ങ് ദൂരെ നിന്നു. അത് എനിക്കൊന്ന് കറക്റ്റായിട്ട് ബ്രേക്ക് പിടിച്ചാൽ നല്ല ലോഡ് ഉണ്ടാവും, ചിലപ്പോൾ ലോഡ് ബ്രേക്ക് ആയിരിക്കും. ഇപ്പോൾ ചെറിയൊരു ഡൗൺ ഗ്രേഡും കൂടെ ഉണ്ടാവും, അതുകൊണ്ട് നേരത്തെ പിടിച്ച് നിർത്തിയതായിരിക്കും ചിലപ്പോൾ. നമ്മളങ്ങനെ ഗുത്തി സ്റ്റേഷനിലോട്ട് ജസ്റ്റ് കയറുന്നു. റേക്കിൻ്റെ ഫ്രണ്ട് പാർട്ട് കയറുന്ന കാണാം. ഇതാണ് മെയിൻ ലൈൻസ്. ഫ്ലൈറ്റ് കാണാൻ വയ്യ, ഫ്ലൈറ്റ് വളവിനപ്പുറത്താണ്. അപ്പുറത്തെ സൈഡിൽ ലാൻഡ് ലെവലും കാണാം. അവിടെ ഇനി അഡീഷണൽ ട്രാക്സ് ഇടാൻ പാലവും പണിതിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് യാർഡ് എക്സ്റ്റൻഷനും അല്ലായിരിക്കും തോന്നുന്നു കണ്ടിട്ട്. അതിന് ഇതിൻ്റെ ഡബിളിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനെ ഈ എക്സിസ്റ്റിംഗ് മെയിൻ ലൈനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. നമ്മുടെ ഇപ്പോഴത്തെ ലൈൻ്റെ ഡബിളിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പം നമ്മളങ്ങനെ ഗുത്തി സ്റ്റേഷനിലോട്ട് കയറാം. KSH അത് കാസിപ്പേട്ട് ഡീസൽ ലോക്കോ ഷെഡിൻ്റെ വാക്സ് 7 ആണ്, 28388. ഓ ഡീസൽ കാസിപ്പേട്ട് ഡീസൽ ഷെഡിലും ഇലക്ട്രിക് ലോക്കോ ഫോം ചെയ്ത് തുടങ്ങിയല്ലേ. നമ്മളങ്ങനെ ഗുത്തി വഴി കടക്കുന്നു. ഓ പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. പ്ലാറ്റ്ഫോം വഴിയുള്ള റൺ ത്രൂ കാണിക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ഡോറുകളൊക്കെ ഓക്യുപ്പൈഡാണ്. അപ്പോൾ ഇതാണ് ഗുത്തി സ്റ്റേഷൻ. ഈ പ്ലാറ്റ്ഫോമിലൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ സാധാരണ ഇതിൽ ട്രെയിനുകൾ നിർത്തുന്ന പ്ലാറ്റ്ഫോം. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി എല്ലാ ലെഫ്റ്റ് ഡോറും അടഞ്ഞു. ഞാൻ 2 ഡോർ നോക്കി. അങ്ങനെ നമ്മൾ ഗുത്തി സ്കിപ്പ് ചെയ്ത് നമ്മൾ പോകണം. ഗുത്തി നമുക്ക് സ്റ്റോപ്പില്ല. പ്ലാറ്റ്ഫോം കാണിക്കാൻ പറ്റില്ല. ഇതാണ് ഗുത്തി യാർഡ്. അപ്പുറത്ത് മാറിയാണ് ഗുത്തി ലോക്കോ ഷെഡ്. WDG 4G 6G ഒക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ. നമുക്കൊന്നും കാണാനുള്ള യോഗമൊന്നുമില്ല. ഗുത്തി യാർഡ്. നമ്മൾ ജസ്റ്റ് ഗുത്തി സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. നമ്മളൊരു WDG 4 ട്വിൻസ് ആണെന്ന് തോന്നുന്നു, ഷണ്ടിങ്. ഇതെനിക്കൊന്ന് പുതിയതായിട്ട് ലൈൻസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ഇതിലോട്ട് ഗുത്തി അനന്തപൂർ ലൈനിലോട്ട് തിരിയുന്ന വണ്ടികൾക്ക് വേണ്ടി ലേ ചെയ്യുന്ന പുതിയ ലൈൻസ് ആണെന്ന് തോന്നുന്നു ആഡ് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് ആ ലൈനിലോട്ട് കയറുന്നു. ഞാൻ ഷടയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ടുവേർഡ്സ് റെണികുണ്ട പോകുന്ന ലൈൻ കാണിച്ചിട്ട് ഇപ്പുറത്തോട്ട് തിരിച്ചു വരാം. നമ്മൾ ജസ്റ്റ് ഗുണ്ടക്കലകല മെയിൻ ലൈൻസ് വിട്ടിട്ട് ടുവേർഡ്സ് അനന്തപൂർ ലൈനിലോട്ട് തിരിയാണ്. അപ്പം നമ്മളങ്ങനെ ടുവേർഡ്സ് അനന്തപൂർ തിരിഞ്ഞു. നേരെ പോകുന്ന ലൈനാണ് നേരെ റെണികുണ്ടയിലേക്ക് പോകുന്നത്. ആ കാണുന്നതാണ് ഗുത്തി ബൈപ്പാസ് ക്യാബിൻ. ഞാനൊന്ന് റൈറ്റ് സൈഡിലോട്ട് പോയിട്ട് ഒരു ഫാബുലസ് കർവാണിത്. ആ കർവ് പിടിക്കണം നമുക്ക്.
ഇത് ശരിക്കും ഒരു യൂ ടേൺ പോലത്തെ കേവാണിത്. മുകളിലൊരു ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ടോ, അത് റണികുണ്ട സൈഡിൽ നിന്ന് വന്നിട്ട് കുത്തിലോട്ട് കയറുന്ന ഫ്ലൈറ്റാണ്. മീൻസ് ടുവേർഡ്സ് അനന്തപൂർ ലൈൻ കയറുന്ന ഫ്ലൈറ്റാണ്. അത് കുത്തി ഫോർട്ട് സ്റ്റേഷനാണത്. നമ്മളൊരുമാതിരി യൂ ടേൺ എടുക്കുന്ന പോലെയാണ്. മറ്റേ ലൈൻ ഇവിടെ കാണാം. പണ്ടൊക്കെ ഇതുവഴി വരുന്നു. അന്ന് ഡീസൽ ലൈനാണ്, സിംഗിൾ ലൈനാണ്. അന്ന് ഈ വളവ് കാണാൻ വേണ്ടി മാത്രം ഇരിക്കുമായിരുന്നു. ഇതാണ് ഫ്ലൈറ്റ്. കുത്തി ഫോർട്ട് സ്റ്റേഷൻ. ആ മുകളിലാണ് കുത്തി ഫോർട്ട്. മുകളിൽ ദൂരെ കാണാൻ കുത്തി ഫോർട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ യാത്രയിൽ ഞാൻ കാണിക്കണം എന്ന് വെച്ചൊരു ഹൈലൈറ്റ് ഐറ്റമായിരുന്നു കുത്തി കേവ്. അത് എൻ്റെ ഒരു എന്താ പറയുക മെൻ്റൽ സാറ്റിസ്ഫാക്ഷനോളം എത്തിയിട്ടില്ല. എനിക്ക് ആക്ച്വലി കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാലും കിട്ടിയിടത്തോളം വെച്ച് ഞാൻ ഹാപ്പിയാണ്. നമുക്ക് ഇനി എന്തായാലും നമ്മളിതുവഴി നമ്മൾ വീണ്ടും വരും ഇല്ലേ. ഇത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഓൺലി ജേണി ആവില്ലല്ലോ. നമ്മൾ ഇതുവഴി ഇനിയും തിരിച്ചു മാത്രമേ നമ്മൾ യാത്ര ചെയ്യും. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ അനന്തപൂർ ലൈനിലേക്ക് കയറി. ഇനി കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഗുണ്ടക്കലിൽ ഡയറക്റ്റ്ലി വരുന്നൊരു ലൈനുണ്ട്. ഗുണ്ടക്കൽ ഹനുമാൻ സർക്കിൾ അങ്ങനെ വന്നിട്ട് ഡയറക്റ്റ്ലി അനന്തപൂർ ലൈനിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുന്നൊരു ലൈനുണ്ട്. അത് പഴയ മീറ്റർ ഗേജ് ലൈനാണ്. ആ ലൈനിൽ നമ്മൾ കല്ലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ച് ക്രോസ് ചെയ്യും. കല്ലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ലൈനിലേക്ക് വന്ന് മേർജ് ചെയ്യും. നമ്മൾ ആ ലൈൻ വഴി നമ്മളൊരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. 16331 നമ്മൾ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ ആ ലൈൻ വഴിയായിരുന്നു വന്നത്. നല്ല അടിപൊളി മലകൾ. ഈ മലകളുടെയൊക്കെ ഇടയിൽ കൂടെയാണ് മറ്റേ ഗുണ്ടക്കലിന് ഇങ്ങോട്ട് ഡയറക്റ്റ്ലി വരുന്ന ലൈൻ വരുന്നത്. അതൊരു അടിപൊളി റൂട്ടാണ്, ബ്യൂട്ടിഫുൾ റൂട്ടാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. 16331 ട്രാവൽ ചെയ്തതിൻ്റെ വീഡിയോയിൽ. ആക്ച്വലി ആ ഫുൾ സെക്ഷൻ കവർ ചെയ്യാൻ പറ്റില്ല. കാര്യം സഹിക്കാൻ പറ്റുന്ന ചൂടായിരുന്നു ആ റൂട്ടിൽ. ഈ റൂട്ടും കുറവൊന്നുമല്ല. പക്ഷെ അന്ന് ഈ ഹാൻഡിലൊന്നും നമ്മുടെ ഈ ഡോറിന് പുറത്തുള്ള ഹാൻഡിലൊന്നും കൈ വയ്ക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു. ആ കാണുന്ന റെയിൽവേ ലൈനാണ് ഗുണ്ടക്കലിന് ഹനുമാൻ സർക്കിൾ വഴി നേരെ ഇങ്ങോട്ട് വരുന്നത്. ഹനുമാൻ സർക്കിൾ ഗുണ്ടക്കൽ വിട്ടുടനുള്ള ഒരു സ്റ്റേഷനാണ്. ഇത് പഴയ മീറ്റർ ഗേജ് ലൈനാണ്. നല്ല ബ്യൂട്ടിഫുൾ ലൈനാണത്. അതിൽ ശരിക്കും മഴക്കാലത്ത് ഒരിക്കൽ പോകണം, നല്ല ഭംഗിയായിരിക്കും. ഈ രണ്ട് ലൈനും കല്ലൂരിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അതിന് മുമ്പായിട്ട് പെണ്ണ റിവർ നമ്മൾ ക്രോസ് ചെയ്യും.
അപ്പോൾ നമ്മൾ കയറുന്നത് കല്ലൂർ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. മെയിൻ ഗുണ്ടക്കൽ G7s ആണ്. അപ്പുറത്തെ സൈഡിലൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ബാംഗ്ലൂർ ഗയ സ്പെഷ്യൽ അങ്ങനെ കണ്ടാണ് പാരീസ് മെട്രോയിൽ കാണിച്ചത്. ഇതാണ് നമ്മുടെ റെയിൽവേയുടെ ബിരിയാണി. അനന്തപുരം എത്തി. അനന്തപുരത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിലും മച്ചിലിപ്പട്ടണം ധർമ്മവരം എക്സ്പ്രസ്സിന് ഇറങ്ങി കിടക്കുക. ഈ ട്രെയിൻ കുറച്ച് ദിവസത്തേക്ക് ഒരു ഷോർട്ട് ടെർമിനേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അനന്തപുരത്തു നിന്ന് പുറപ്പെടാണ്. സമയം ഇപ്പോൾ 1:09 പുറപ്പെടാനും തോന്നുന്നു. അപ്പം അങ്ങനെ അനന്തപുരത്തു നിന്ന് പുറപ്പെട്ടു. 1:10 അടുത്തപ്പോഴേക്കും നമ്മളൊരു അല്പം ലേറ്റാണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി എത്ര ലേറ്റ് ആയാൽ നോക്കിയില്ല. ഈ സ്റ്റേഷൻ വിട്ടുകൊണ്ടെങ്കിൽ വീണ്ടും അകത്തേക്ക് പോകും. ക്യാമറ ചാർജ് ചെയ്യണമല്ലോ. ആക്ച്വലി 2 ബാറ്ററി കൊണ്ടുവന്നു. ഒരു ബാറ്ററി കാലിയായി. അതിന് ചാർജറില്ല, ക്യാമറ തന്നെ ഇട്ട് ചാർജ് ചെയ്യണത്. അപ്പോൾ രണ്ടാമത്തെ ബാറ്ററിയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതും പകുതി ആയിട്ടുണ്ട്. ഇതിനെ ഇനി കൊണ്ട് ചാർജ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കഴിഞ്ഞൊരു 15 മിനിറ്റ് ചാർജ് ചെയ്യാനായിട്ട് ഒട്ടും ചാർജ് ആയിട്ടില്ല. ഇപ്പോൾ ചാർജർ കംപ്ലൈൻ്റ് ആണോ കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ചാർജ് ആവുന്നില്ല. ഇപ്പോൾ വേറെ ചാർജർ ഇട്ട് നോക്കട്ടെ പോയിട്ട്. ഓപ്പോസിറ്റ് ലൈനിൽ എന്തോ ഒരു വണ്ടി വരുന്നു. ഝാൻസി വാജ്പേയി വെച്ച് BCN. ചൂട് കാറ്റെന്ന് പറഞ്ഞാൽ ഈ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ട് ബ്ലോവർ ഇട്ട് ഇത് കൂട്ടുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ധർമ്മവരം ജംഗ്ഷനിലോട്ട് കയറുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാർജറിൻ്റെ കേബിളിൻ്റെ വിഷയമാണ്. കാരണം ആ ചാർജർ ഫോണിലിട്ടപ്പോൾ ഫോൺ ചാർജ് ആവുന്നുണ്ട്. ക്യാമറ കണക്ട് ചെയ്യും, പക്ഷേ ക്യാമറ ചാർജ് ആവുന്നില്ല. വേറെ ചാർജർ ഇട്ടപ്പോൾ ക്യാമറ ചാർജായി. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയില്ല. മേ ബി ട്രെയിനിലെ വോൾട്ടേജ് മാച്ച് ആവുന്നില്ലായിരിക്കും. കാര്യം ഇതേ സെയിം ചാർജറാണ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ധർമ്മവരം ജംഗ്ഷനിലോട്ട് കയറുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നുണ്ട്. വരുന്നുണ്ട്. മുഖാമുഖമാണ് കുറച്ച് നേരത്തേക്ക്. അവനിപ്പോൾ ഇങ്ങോട്ട് കയറി വരും. അരക്കോണം ട്വിൻസാണ്. BOX സെൻറ്ററിലേക്കാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ധർമ്മവരം ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് കയറണം. ധർമ്മവരം ജംഗ്ഷൻ്റെ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിലുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. വലതുവശത്തെ എൻഡിലാണ് മെയിൻ എൻട്രൻസ് ബിൽഡിംഗ് ഒക്കെ. നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോൾ നമ്മൾ കൊണ്ടവീട് എക്സ്പ്രസ് വന്നപ്പോൾ നമ്മൾ അപ്പുറത്തെ എൻഡിലാണ് നമ്മൾ പോയത്. പ്രാവശ്യം നമ്മൾ ഇപ്പുറത്തെ എൻഡിലാണ്. ഈ സ്റ്റേഷൻ്റെ ഈ സൈഡിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ധർമ്മവരം ജംഗ്ഷനിലോട്ട് കയറുന്നു. ആക്ച്വലി ഈ പ്ലാറ്റ്ഫോമിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ലൈൻ ഇവിടുന്ന് തന്നെ തിരിഞ്ഞു പോകും. മറ്റേ പ്ലാറ്റ്ഫോമിൽ പോയി ഈ ലൈനിലേക്ക് കയറാൻ പറ്റില്ല. യാർഡിൻ്റെ ലേഔട്ട് അങ്ങനെയാണ്. ഏകദേശം ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷൻ്റെ യാർഡ് പോലെയാണത്. ഇനിയിപ്പോൾ നോൺ ഇൻ്റർലോക്കിംഗ് വർക്കിംഗ് വരുമ്പോൾ അത് മോഡിഫൈ ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ പഴയ മീറ്റർ ഗേജ് സൈഡാണ്. ഇവിടെ പണ്ട് മീറ്റർ ഗേജ് പ്ലാറ്റ്ഫോംസ് ആയിരുന്നു.
ധർമ്മവരത്തെ ഫേമസ് മസാല വട ഉണ്ട് കേട്ടോ. നമ്മൾ ഔട്ട് ബൗണ്ടിൽ കഴിച്ചതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീണ്ടും കഴിക്കുന്നില്ല. ക്രൂ ചേഞ്ച് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. LP മാരൊന്നും കണ്ടില്ല. അല്ല, ഗാർഡിനെ കണ്ടില്ല അവിടെ. സാധനം അല്ലെങ്കിൽ ഗാർഡ് അവിടെ നിൽക്കേണ്ടതാണല്ലോ, കണ്ടില്ല. ഇത് എത്രാമത്തെ പ്ലാറ്റ്ഫോമാണോ? അവിടുത്തെ കണക്ക് വെച്ച് എണ്ണിയത് 4 ആയിരിക്കണം. ഇത് അപ്പുറത്തെ കാണുന്ന ഡോമാണ് മെയിൻ സ്റ്റേഷൻ ബിൽഡിങ്. ഇതൊരു ബ്രേക്ക് ഡൗൺ വാനാണ് ഇവിടെ കിടക്കുന്നത്. 2 സൈഡിലും DG4 ഒക്കെ ഉണ്ട്. ബ്രേക്ക് ഡൗൺ 2 ബ്രേക്ക് ഡൗൺ വാൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ധർമാവരം ജംഗ്ഷൻ. സമയം 1:45 ഇപ്പോൾ 1:42 ഇവിടെ എത്തിയിട്ടുണ്ടാവും. വെള്ളം വയ്ക്കുന്ന കച്ചവടക്കാരും കാണാനില്ല. ഒരു ബോട്ടിൽ വെള്ളം മേടിച്ച് വെക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ധർമ്മവരം ജംഗ്ഷനിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു. സമയം 1:49. ഇവിടെ ഒരു ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിനാണുള്ളത്. ഇതിന് WDG4 1279 വിജയവാഡ ഷെഡിന് ലോക്കാണ്. ആ കാണുന്നതാണ് അപ്പുറത്തുള്ള പ്ലാറ്റ്ഫോംസ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നപ്പോൾ ആ പ്ലാറ്റ്ഫോമിലാണ് വന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 1, 2, 3, നമ്മൾ നിന്നത് 4. ഇവിടെ അടുത്ത ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിൻ ഉണ്ട്. ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. WDG4 12853. ഇതും വിജയവാഡ ഷെഡിൻ്റെ തന്നെയാണ്. ഇവിടെ വിജയവാഡ ഷെഡിൻ്റെ ലോക്കോസാണ് ഇപ്പോൾ ഇവിടെ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത്. ഇവിടുന്ന് ആ റൈറ്റിലോട്ട് പോകുന്നതാണ് ടുവേർഡ്സ് ബാംഗ്ലൂർ പോകുന്ന ലൈൻസ്. റൈറ്റിൽ പോകുന്ന ലൈനാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വരുന്ന ട്രെയിനുകൾക്ക് ഇപ്പുറത്തോട്ട് കയറാൻ വഴിയില്ല. കണ്ടോ, വഴിയില്ല. അതാണ് സംഭവം. DPWCS അതെന്ത് സാധനം? കാസിപ്പേട്ടിൻ്റെയാണ്. അപ്പുറത്ത് വിജയവാഡ ട്വിൻ WAG9s വാഗ് 9s, ഇപ്പുറത്തെ ട്വിൻ കാസിപ്പേട്ട് വാഗ് 7s. ഇത് രണ്ടും കിടക്കുന്നത് ബാംഗ്ലൂർ ലൈനിലാണ്. ആ വണ്ടികളെല്ലാം ആ ലൈനിൽ നേരെ ബാംഗ്ലൂർ, ആ റൈറ്റിലോട് വളഞ്ഞു പോകുന്നതാണ് ബാംഗ്ലൂർ ലൈന്. അതങ്ങനെ പോയി ടുവേർഡ്സ് ബാംഗ്ലൂരാണ്. സത്യസായി പ്രശാന്തി നിലയം വഴി പോകുന്നൊരു ലൈനുണ്ട്. അതല്ലാണ്ട് നേരെ പെനുക്കൊണ്ട പോയി ബാംഗ്ലൂർ പോകുന്നൊരു ലൈനും ഉണ്ട്. നമ്മൾ വന്നത് അതുവഴിയായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ യാർഡ് മോഡിഫിക്കേഷൻ്റെ പാർട്ടായിട്ട് അവർ ഇവിടുന്ന് അങ്ങോട്ട് ലിങ്ക് ഇടുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെ ഫ്രൈറ്റ് യാർഡിൽ അവിടെ അഡീഷണൽ ലിങ്ക്സ് ഇടുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇപ്രാവശ്യത്തെ നോൺ ഇൻ്റർലോക്കിംഗ് വർക്കിൽ ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പുതുതായിട്ട് OH കെട്ട് ലൈൻ പണിത് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ കമ്മീഷനിങ് കാണുമായിരിക്കും. പക്ഷെ അപ്പോഴും പാസഞ്ചർ ട്രെയിനുകൾക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങോട്ടും ഇവിടുത്തെ വണ്ടികൾക്ക് അങ്ങോട്ടും പോകാനുള്ള വഴിയില്ല. യാത്രാ വണ്ടികൾ ഇങ്ങനെ തന്നെ പോകണം. അപ്പം നമ്മുടെ ചിരകാല അഭിലാഷമായിരുന്ന മദനപ്പള്ളി വഴി പക്കാല റൂട്ടിലുള്ള ലൈൻ ആ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. ഞാനിത് പണ്ട് മീറ്റർ ഗേജുകാരുന്ന കാലത്ത് ഞാനിത് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. പണ്ട്, അതായത് എനിക്ക് തോന്നുന്നു ഈ മീറ്റർ ഗേജ് 2009, 2010 ക്ലോസ് ചെയ്യുന്നത്. ഞാൻ ഇതുവഴി ആദ്യമായിട്ട് പോകുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1998, 99 ഞാൻ ആദ്യമായിട്ട് ഇതുവഴി പോകുന്നത്. ആ കാലത്ത് മീറ്റർ ഗേജ് കണ്ട കാലം മുതൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ റൂട്ടിൽ യാത്ര ചെയ്യണമെന്നുള്ളത്. ഇത്രയും കാലം എടുത്തത് അതൊന്നും നടപടിയായി കിട്ടാൻ. ഭംഗിയുള്ള അടിപൊളി മലകളാണ് അല്ലേ?
അപ്പോഴേക്കും നിറച്ച് മുൾച്ചെടികൾ വന്നു. നല്ല മലകളാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സത്യസായി പ്രശാന്തി നിലയം റൂട്ടിലെ മലകളാണെന്ന് തോന്നുന്നു. നമ്മൾ ആ റൂട്ട് വഴി വരുമ്പോൾ കുറേ മലകളുടെ ഇടയിൽ കൂടെ വന്നായിരുന്നു. ആ മലകളാണെന്ന് തോന്നുന്നു. നോട്ട് ഷുവർ. ഞാൻ കുറച്ചായിട്ട് ഉള്ളിലിരുന്ന് നമ്മുടെ ഈ ടോപ്പോഗ്രാഫി നോക്കിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇത്ര നേരം കണ്ടപോലെ തന്നെ ഉണങ്ങി വരേണ്ട സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഈ ഒരു മല കുറച്ച് നേരമായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കമ്പനി തരുന്നുണ്ട്. കഴിയാറായി എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. മലകളുണ്ട് ഇങ്ങനെ. ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെയാണ്, മലകൾ തന്നെയാണ്. മലകളുടെ ഇടയിൽ കൂടെ നമ്മൾ പോകുന്നത്. ഈ റൂട്ടിൽ എൻ്റെ ഒരു ടണലുകളൊന്നുമില്ല. ഞാൻ ഒന്ന് മാപ്പിൽ തപ്പി നോക്കിയത് ഈ ടണലൊന്നും കണ്ടില്ല. മിക്കവാറും എല്ലാം ഇങ്ങനെ മലകളുടെ ഇടയിൽ കൂടെ മല ചുറ്റിയൊക്കെ പോകുന്നു. കാര്യം ഇതൊരു പഴയ മീറ്റർ ഗേജ് ലൈനാണ്. പണ്ട് മീറ്റർ ഗേജ് ലൈൻ ഇടുന്ന കാലത്ത് ടണൽസ് ഉണ്ടാക്കിയത് വളരെ ചുരുക്കമാണ്. മിക്കവാറും എല്ലാം മലകളെ ചുറ്റി കറങ്ങിയൊക്കെ പോവുക ചെയ്തിരിക്കുന്നവർ. നമ്മളിപ്പോൾ കതിരി സ്റ്റേഷനോട് എത്താൻ പോകും. കതിരി ആണ് ഫസ്റ്റ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞാണ് മദനപ്പള്ളി. അത് കഴിഞ്ഞിട്ട് പിലേറ് കഴിഞ്ഞ് പക്കാല. അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി ആട്ടോ. ഓസിലേഷൻസ് വളരെ കുറവാണ്. നമ്മൾ സെൻട്രൽ റെയിൽവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കിടന്ന് ആട്ടും. ഇങ്ങനെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. സെൻട്രൽ റെയിൽവേ പ്രത്യേകിച്ച് നമ്മുടെ പൻവേൽ റോഹ റൂട്ടിൽ. ഞാനത് കഴിഞ്ഞ 1-2 വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സ്റ്റേബിളാണ്. ഒരു ധർമാവരം നരസാപുരം എക്സ്പ്രസ് ഇവിടെ കിടക്കുന്നുണ്ടെന്ന് കണ്ടു. ഒരു ഷോർട്ട് ടെർമിനേറ്റഡ് ആണ്. നമ്മുടെ പുറകെ വരുന്നുണ്ട്. ധർമാവരം നരസാപുരം ഇപ്പോൾ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്ത് കതിരി വരെ ഓടുന്നുള്ളത് കണ്ടു. ഞാൻ ധർമാവരത്തെ യാർഡ് വർക്ക് നടക്കുന്നുണ്ട്. എനിക്കൊന്ന് കുറച്ചധികം വണ്ടികൾ ഒരു ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സമയം 2:41. മെയിൻ ഷെൽട്ടറിലെല്ലാം കടയുണ്ടെങ്കിലേ ഉള്ളൂ. പുറകോട്ടൊന്നും കടകളൊന്നുമില്ല. ചെറിയ സ്റ്റേഷനെന്ന് തോന്നുന്നു. അപ്പുറത്ത് ഞാൻ പറഞ്ഞ മറ്റേ നരസാപുരം ട്രെയിൻ കിടക്കുന്നുണ്ട്. ഡിപ്പാർച്ചർ നമുക്ക് അപ്പുറത്തെ സൈഡെടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ നരസാപൂർ ധർമാവരം ട്രെയിൻ. ധർമാവരം നരസാപൂറായിട്ട് പോടും. വയ തിരുപ്പതി എഴുതിയിട്ടുണ്ട്. ഡെയിലി സർവീസ് ആണെന്ന് തോന്നുന്നു. 2:44 പുറപ്പെട്ടു. പാൻട്രി കാറിൽ പോയി വെള്ളം മേടിച്ചുകൊണ്ടിരാം. നമുക്കൊരു പാൻട്രി കാർ വിസിറ്റ് അടിച്ചാലോ? പാൻട്രി കാറ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ B6 കഴിഞ്ഞുകൊണ്ട് പാൻട്രി കാർ. 2 കോച്ചിന് നീളം നടന്നാൽ മതി. 2 കോച്ചിന് നീളം നടന്ന പാൻട്രി കാറ്. ഈ കാണുന്നതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഇതൊക്കെ പഴയ മീറ്റർ ഗേജ് സ്റ്റേഷൻ ബിൽഡിങ് മാറ്റിയെടുത്താന്ന് തോന്നുന്നു. പുതിയ ബിൽഡിങ്സ് പണിതാന്ന് തോന്നുന്നു. ഇവിടെ വീണ്ടും ഒരു പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട്. നമുക്ക് നരസാപൂർ എക്സ്പ്രസ്സിൽ ലോക്കൊന്ന് നോക്കിയേക്കാം. ഇതാണ് നരസാപൂർ ധർമാവരം എക്സ്പ്രസ്. വാഗ് 7. ഝാൻസിയുടെ 27064. വാഗ് 9 കൊടുക്കരുതെന്ന് റെയിൽവേ ബോർഡ് ഓർഡർ ഇട്ടു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം വാഗ് 7ആണ്. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാൽ വാഗ് 7 ഇപ്പോൾ. ഭീമൻ മലകൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കമ്പനി തന്നുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് കമ്പനി തന്നുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂ അല്ല, കണ്ടിന്യൂസ്. പിന്നെ നമുക്ക് പാൻട്രി കാറിൽ പോയിട്ട് വരാം. പാൻട്രി കാറിൽ പോയി 2 കുപ്പി വെള്ളം മേടിച്ചിട്ട് വരാം. കാര്യം വെള്ളം തീരുന്നതോറും എനിക്ക് ടെൻഷനാണ്. ആക്ച്വലി എൻ്റെ കയ്യിൽ 1 കുപ്പിയും കൂടി വെള്ളമുണ്ട്. പക്ഷെ അതും കൂടി തീർന്നു പോയി കഴിഞ്ഞാൽ എന്താവുന്നുള്ളത് ഒരു തരം OCD ആണ്, ആങ്സൈറ്റിയാണ് സത്യം പറയുന്നത്. പാൻട്രി കാറിൽ പോയി മേടിച്ചു. കിൻലയുടെ ബോട്ടിലാണ്. ഇവന്മാർ 15 രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ 20 രൂപ മേടിക്കുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ബോണ്ടയും ബജ്ജിയൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ ഇങ്ങനത്തെ പാൻട്രിയിലൊന്നും കാണാറില്ല. മലയാള തൻപറയിൽ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ മധുരപ്പള്ളി റോഡ് സ്റ്റേഷൻ എത്താറായി.
സ്റ്റേഷനിലോട്ട് കയറുകയാണ്. റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം. പൊതുവെ എ സി കോച്ചുകളൊക്കെ ഫുള്ളാട്ടോ വണ്ടിയുടെ. ഒരുപാട് പേര് ഞാൻ കണ്ട ഒരുപാട് പേര് മധുരൈ ടിക്കറ്റുമാണ്. അപ്പോൾ എൻ്റെ കോച്ചിനകത്തുള്ള പല ആൾക്കാരും മധുരൈ ടിക്കറ്റ്സാണ്. അതല്ലാണ്ട് നേരത്തെ ഇറങ്ങുന്ന ആൾക്കാർ വളരെ കുറവാണ്. അത് കണ്ടിട്ട് കൂടുതലും ഗ്രൂപ്പ്സായിട്ട് ട്രാവൽ ചെയ്യുന്നത്. മിക്കവാറും പിൽഗ്രിമേജ് ഒക്കെ പോലെ തോന്നുന്നു പലവരും. അപ്പം നമ്മളങ്ങനെ മദനപ്പള്ളി സ്റ്റേഷനിലോട്ട് എത്തി. ഷെൽട്ടറിന് ഉള്ളിൽ നിൽക്കുമോ ഷെൽട്ടറിന് മുമ്പ് നിൽക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഷെൽട്ടറിന് മുമ്പ് നിർത്തി. ഇതാണ് മദനപ്പള്ളി സ്റ്റേഷൻ. അത്യാവശ്യം ജനറലിലോട്ട് കാൾ കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ട്. ബട്ട് അതർവൈസ് എ സിയിലോട്ടൊന്നും ആരും കയറാനൊന്നുമില്ല. ഇവിടെ കടയുണ്ടായിരുന്നു, പക്ഷെ അടഞ്ഞു കിടക്കണം. നല്ല ചൂട്, വെള്ളത്തിന് നല്ല കച്ചവടം ഉണ്ടാവും. ഈ തിരക്ക് മൊത്തം നമ്മുടെ പുറകെ നരസാപൂർ എക്സ്പ്രസ്സിനുള്ളതെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഞാനിപ്പോൾ നോക്കിയിട്ട് ഓപ്പോസിറ്റ് ലൈനിൽ വണ്ടിയൊന്നും വരാനില്ല. ഒരു തിരുപ്പതി ഗുണ്ടകൽ എക്സ്പ്രസ്സിനകത്ത് ക്യാൻസൽഡാണ്. എനിക്കൊന്ന് അവിടുത്തെ ആ സ്റ്റേഷൻ ധർമ്മവരത്തെ പ്ലാറ്റ്ഫോം വർക്കല്ല, യാർഡ് വർക്ക് കാരണം അത് ക്യാൻസൽഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ വണ്ടിയില്ല. പിന്നെ ഏത് വണ്ടികൾ അതിലൊക്കെ ആയിരിക്കും. പിന്നെ ഇതേ ഉള്ളൂ, നരസാപൂർ എക്സ്പ്രസ്സേ ഉള്ളൂ നമ്മുടെ പുറകെ വരുന്നത്. ഇപ്പുറത്തെ സൈഡിലൊരു ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ ഒരു പ്ലാറ്റ്ഫോം ഷെൽട്ടറൊന്നും ഇല്ല പ്രോപ്പറായിട്ട്. ആകെ 2 കുഞ്ഞ് ഷെൽട്ടേഴ്സ് മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് വിഷ്വൽസാണ്, ഒരു വ്യത്യാസമില്ല. ഇതേ വിഷ്വൽസാണ് ഈ റൂട്ടിൽ നമ്മൾ കയറിയപ്പോൾ മുതൽ. വേറെ ഒരു വ്യത്യാസമില്ല. ഇടയ്ക്ക് അവിടെ ഇവിടെ കുറച്ച് കൃഷിയിടങ്ങൾ കാണാമെന്നല്ലാണ്ട് ബാക്കി ഫുള്ള് ഈ മലകൾ തന്നെയാണ്. 2 സൈഡും ഈ മലകൾ തന്നെ മലകൾ, വേറൊന്നും കാണാനില്ല. ദൂരെ ഒരു ഹൈവേ പോകുന്നുണ്ട്. അത് മാപ്പ് പറയുന്നത് ചെന്നൈ അനന്തപൂർ ഹൈവേ എന്നാണ് മാപ്പ് അതിന് വിളിച്ചിരിക്കുന്നത്. ഏതാണെന്നൊന്നും അറിയാൻ പറ്റില്ല. ഹോം സിഗ്നൽ കഴിഞ്ഞിട്ട് നല്ലൊരു വളവ്, അത് കഴിഞ്ഞിട്ടൊരു പാലം, അത് കഴിഞ്ഞിട്ട് സ്റ്റേഷൻ. പിലേരു നദി. പിലേരും റൈറ്റ് സൈഡിലാണ്. അങ്ങനെ പിലേർ സ്റ്റേഷനിലേക്ക് എത്തി. പല സ്റ്റേഷനും എടുത്ത് ഇങ്ങനെ വളവിലാട്ടോ. ഇതും വളവില്ല, കണ്ടോ? നല്ലൊരു അടിപൊളി വളവാണ്. ഇതാണ് സ്റ്റേഷൻ ബിൽഡിംഗ്, പുതുതായിട്ട് പണിതാന്ന് തോന്നുന്നത്.
ഇപ്പുറത്തെ സൈഡിൽ പ്രത്യേകിച്ചൊന്നും, ഇപ്പുറത്തെ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു ഷെൽട്ടറുണ്ട്, ഇങ്ങോട്ട് മാറി ഒരു ഷെൽട്ടറുണ്ട്. തൊട്ടപ്പുറത്ത് കൂടെ ഒരു ഹൈവേ പോകുന്നുണ്ട്. ആ ഹൈവേ തിരുപ്പതിയായിട്ട് റിലേറ്റഡ് എന്തോ ആണ്. കാരണം മറ്റേ തിരുപ്പതി മല കയറുന്ന റെഡ് ഇലക്ട്രിക് ബസ്സിലെ കണ്ടായിരുന്നു അതിൽ. ആണ് സ്റ്റേഷൻ. പിലേർ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയില്ലെന്ന് വേണ്ട. ചറപറ സ്റ്റോപ്പുകളൊന്നുമില്ല, സ്റ്റോപ്പുകളൊക്കെ വളരെ കുറവാണ്. ഇത് കഴിഞ്ഞ് പക്കാല നമുക്ക് റിവേഴ്സലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ചിറ്റൂർ, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കാട്ട്പാടിയാന്ന് തോന്നുന്നു. കാട്ട്പാടി കഴിഞ്ഞ് പിന്നെ വാണിയമ്പാടി ഉണ്ട്, ജോലാർപേട്ടുണ്ട്. ജോലാർപേട്ട് കഴിഞ്ഞാൽ പിന്നെ സേലമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമ്മളിങ്ങനെ പിലേർ സ്റ്റേഷനിൽ നിന്ന് എടുക്കുകയായി. ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്യുന്ന തിരക്ക് നരസാപ്പുരം എക്സ്പ്രസ്സിന് വേണ്ടി എന്തോ തോന്നുന്നു കേട്ടോ. ഓപ്പോസിറ്റ് ഒരു അമരാവതി എക്സ്പ്രസ് വരാനുണ്ട്. പുലിച്ചേർല സ്റ്റേഷൻ. അവിടെ മാവ് നിറച്ച് കാച്ചിരിക്കുക. അപ്പോൾ നമ്മളങ്ങനെ പക്കാലയോട്ട് എടുക്കുകയായി. നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ലൈനിൻ്റെ എൻഡെത്താറെ. ഈ ലൈൻ ഞാൻ എക്സ്പ്ലോർ ചെയ്തോ എന്ന് വെച്ചാൽ ഞാൻ ചെയ്തു എന്ന് തന്നെ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽസ് ഏറെക്കുറെ ഒരേപോലെയായിരുന്നു ഫുൾ ഡിസ്റ്റൻസ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തില്ല, നമ്മൾ കുറേ കട്ട് ചെയ്തു. ആ കാണുന്ന അപ്പുറത്തൊരു റെയിൽവേ ലൈൻ കാണുന്നുണ്ടോ, ആ ലൈനാണ് ചിറ്റൂരിലേക്ക് പോകുന്ന ലൈൻ. ഇനി നമ്മൾ റിവേഴ്സൽ കഴിഞ്ഞ് നമുക്ക് ആ ലൈൻ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അതാണ് ചിറ്റൂർ ലൈൻ. നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് ആ ലൈനിലേക്ക് കയറാം. നമ്മളിപ്പോൾ ജസ്റ്റ് പക്കാല ജംഗ്ഷനിലോട്ട് കയറാൻ പോകുന്നു. നമ്മളിപ്പോഴും സൗത്ത് സെൻട്രൽ റെയിൽവേ തന്നെയാണ് കേട്ടോ. നമ്മളിന്ന് വൈകുന്നേരം ഏകദേശം 6:45 സൗത്ത് സെൻട്രൽ റെയിൽവേ നിന്ന് എക്സിറ്റ് ചെയ്തു. 6:55 കാട്ട്പാടി ടൈം. അപ്പോൾ കാട്ട്പാടി സ്റ്റേഷനിലേക്ക് കയറുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പേ നമ്മൾ സൗത്ത് റെയിൽവേയിലോട്ട് കയറുള്ളൂ. അത്രയും നേരവും നമ്മൾ ഈ ഒരു സോണിൽ തന്നെയാണ്. അതിനകത്ത് വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, നമ്മൾ ഹൈദരാബാദ് ഡിവിഷനിൽ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഗുണ്ടക്കൽ ഡിവിഷനിൽ ഓടുന്നു. കുറേ നേരം ഹൈദരാബാദ്, ബാക്കി നേരം ഗുണ്ടക്കൽ. 2 ഭീമൻ ഡിവിഷൻസാണത്. നമ്മളിതാ പക്കാല ജംഗ്ഷനിലോട്ട് കയറി. ഇവിടെ വെച്ച് റേക്ക് റിവേഴ്സ് ചെയ്യും. അപ്പോൾ ലോഗോ കട്ട് ചെയ്ത് ലോഗോന് ബാക്കിൽ വേണം അറ്റാച്ച്. ഇപ്പോൾ നമുക്കത് കാണാൻ പോകാം.
അടുത്ത് ഇവിടുന്ന് കയറാനുള്ള ഗാർഡാണ് നിൽക്കുന്നത്. പുള്ളി ലോക്കോ അറ്റാച്ച്മെൻറ്റ് കണ്ടിട്ട് പുള്ളി നടന്ന് പുള്ളിയുടെ കോച്ചിൽ പോയി കയറണം. ഞാൻ പറഞ്ഞ മറ്റേ അമരാവതി എക്സ്പ്രസ് ഇത് എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ റിഫ്രഷ്മെൻറ്റ് സ്റ്റോളും ഒക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഒന്നും മേടിക്കുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച, പക്ഷേ ചൂട് ബോണ്ട കണ്ടപ്പോൾ മേടിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. ഇത് ഇത്ര എണ്ണത്തിന് 30 രൂപയാണ്. അമരാവതി എക്സ്പ്രസ് 2296 പ്രോ, തിരുപ്പതി അമരാവതി. ഈ അമരാവതി എന്ന് പറഞ്ഞാൽ നാഗ്പൂരിൻ്റെ അതേ അമരാവതി കേട്ടോ. SMVT കാക്കനാട ടൗൺ ശേഷാദ്രി എക്സ്പ്രസ് 22069 വാബ് 4 വിജയവാഡയുടെ. സ്ഥിരമായിട്ട് വിജയവാഡ ലോക്ക് തന്നെ ഇടുക. ഇവനാണ് SMVT നാഗർകോവിൽ എക്സ്പ്രസ് ആയിട്ടും നാഗർകോവിൽ തിരുവനന്തപുരം നോർത്ത് പാസഞ്ചറായിട്ട് ഓടുന്നത്. നമ്മുടെ ലോക്ക് ഇപ്പുറത്തൊന്നും നിൽക്കുന്നുള്ളൂ. നമ്മുടെ ലോക്ക് ഇതുവരെ കൊണ്ട് ഷണ്ട് ചെയ്ത് വന്നിട്ടില്ല. ഷണ്ട് സിഗ്നൽ കിട്ടിയിട്ടില്ല എന്നൊന്നും അവന്. ഇപ്പുറത്ത് നമ്മുടെ ജനറേറ്റർ ഓണാക്കിയവർ. കാര്യം AC കോച്ചില്ലെങ്കിൽ 3/4 മണിക്കൂർ 1 മണിക്കൂറോളം AC ഇല്ലാണ്ടെന്ന് ആൾക്കാർ പരാതി ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ട് ജനറേറ്റർ ഓണാക്കിയിട്ടുണ്ട്. ഈ മിക്കവാറും EOG കണക്ട് ചെയ്യുമ്പോൾ ജനറേറ്റർ വേണ്ടി ഓഫ് ചെയ്യുമായിരിക്കും. അപ്പോൾ ലോക്കോ കപ്ലിങ്ങിന് നമ്മളിവിടെ റെഡിയാണ്. ഇവിടെ ഗാർഡ് വന്ന് നിൽക്കുന്നുണ്ട്. അതിനുള്ള പോയിൻറ്റ്സ്മാൻ വന്ന് നിൽക്കുന്നുണ്ട്. പോയിൻറ്റ്സ്മാൻ ഗ്ലൗസൊക്കെ ഇട്ട് കൊടിയൊക്കെ റെഡിയാക്കി നിൽപ്പുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ സ്റ്റാഫ് വന്നിട്ട് മറ്റേ ഇതിൻ്റെ UIC കേബിൾസ്, ഈ തൂങ്ങി കിടക്കുന്നതാണ് UIC കേബിൾസ്. അതാണ് കൺട്രോൾ കേബിൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. എല്ലാമായിട്ട് സെറ്റാണ്. ലോക്കോ ജസ്റ്റ് ഉള്ളിലോട്ട് കയറിയും വരുന്നുണ്ട്. നമ്മുടെ ഈ തിരക്കിനിടയ്ക്ക് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഫോണിലെടുക്കുന്നത്. അപ്പോൾ ലല്ലാഗുഡ എന്നുള്ള നമ്മുടെ 39273 എത്തി. ചെക്കനിങ് എത്തി. ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് സേഫ്റ്റി ഓഫ് ദ സ്റ്റാഫ് ഞാൻ കപ്ലിംഗ് റെക്കോർഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കപ്ലിംഗ് ഞാൻ പോയി റെക്കോർഡ് ചെയ്യുന്നില്ല. നമുക്ക് ദൂരെ നിന്നാ പോയി തട്ടുന്ന സീൻ മാത്രം കണ്ടാൽ മതി. യെസ്, കപ്ലിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ലോക്ക് ഓൺ ചെയ്യാറായി. ജനറേറ്റർ ഓൺ ചെയ്തല്ലോ. അപ്പോൾ ലോക്കോ വീണ്ടും ഓണായി. സമയം ഇപ്പോൾ 5:18 ആയതേ ഉള്ളൂ. 5:25 നമ്മൾ എഴുതുന്ന ഡിപ്പാർച്ചർ ടൈം. പിന്നെ 7 മിനിറ്റ് കൂടി ഉണ്ട്. സമാധാനമായിട്ട് നടക്കാം നമ്മുടെ കോച്ചിലോട്ട്. അപ്പം നമ്മളങ്ങനെ പാക്കാലേന്ന് വിട്ടു. സമയം 5:46. ഇനിയിപ്പോൾ ഈ ഇതിലധികം കവറേജ് വരാനില്ല. ഇനിയിപ്പോൾ നമുക്കൊരു ക്രോസിംഗ് ഉണ്ടാവും ചിറ്റൂരിന് മുമ്പ്. അതിന് ചിറ്റൂർ സ്റ്റേഷൻ കാണിക്കാം, കാട്ട്പാടി സ്റ്റേഷൻ കാണിക്കാം. പിന്നെ ഞാൻ ചിലപ്പോൾ കുറച്ച് നേരം ഒന്ന് മയങ്ങിയില്ലെങ്കിൽ ഒന്ന് കിടക്കും. പിന്നെ സേലം നമ്മൾ ഇറങ്ങുമല്ലോ, 10:30 നമ്മൾ സേലത്തെത്തും. സേലത്തുന്നതോടുകൂടി ഈ യാത്ര അവിടെ അവസാനിക്കും. ഈ നേരെ പോകുന്ന ലൈനാണ് നമ്മളല്പം മുമ്പ് വന്ന ലൈന്. അതായത് ധർമ്മവരത്തു നിന്ന് മദനപ്പള്ളി വഴി വന്ന ലൈന്. ഇതാണ് ഈ നേരെ പോകുന്ന ലൈന്. നമ്മൾ ലെഫ്റ്റിലോട്ട് കയറി നമ്മൾ ചിറ്റൂരിക്കുള്ള ലൈനിൽ നമ്മൾ കയറി കഴിഞ്ഞു. നല്ലോണം ബഫർ ടൈം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ 4:30 കഴിഞ്ഞപ്പോൾ തന്നെ എത്തിയായിരുന്നു. നമുക്ക് 5:30 ആയിരുന്നു, 5:25 അല്ലായിരുന്നു, 5:30 ആയിരുന്നു നമ്മുടെ ഡിപ്പാർച്ചർ ടൈം. 5:30 കഴിഞ്ഞിട്ട് 5:36 കണ്ടായപ്പോഴാണ് നമ്മളിവിടുന്ന് എടുത്തത് തന്നെ. 1 മണിക്കൂറോളം സ്റ്റേഷനിൽ കിടന്നു. ആ BRR പറയുന്നുണ്ടായിരുന്നു 1 മണിക്കൂർ കിടക്കും. ആൾക്കാർ വന്ന് തിരക്കൂട്ടി പോകുന്ന പുള്ളിക്കാരത്തിന് 1 മണിക്കൂർ കിടക്കും, നിങ്ങൾ സമാധാനം മേടിച്ചിട്ട് പോയാൽ മതി സാധനങ്ങൾ.
അപ്പോൾ അതാണ് മദനപ്പള്ളി ലൈന്. നമ്മൾ നമ്മുടെ ഇപ്പത്തുള്ള ലൈനിൽ കയറി. ചിറ്റൂർ കാച്ചിഗുഡ വെങ്കടാദ്രി എക്സ്പ്രസ് ആയിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിലുള്ള ലാസ്റ്റ് ക്രോസിംഗ്. ഇനി ഞാനെൻ്റെ സീറ്റിലോട്ട് പോവാണ്. ഇനി മിക്കവാറും ഞാൻ കാട്ട്പാടി എത്തുമ്പോഴേ പുറത്ത് വരാൻ സാധ്യതയുള്ളൂ. ചിറ്റൂർ നമുക്ക് നമ്മുടെ സീറ്റിൽ തന്നെ കാണാം. പോരാ, കാര്യം ചിറ്റൂർ സ്റ്റേഷൻ ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. കാട്ട്പാടി സ്റ്റേഷൻ കാണിച്ചിട്ടില്ലാത്തതുകൊണ്ടല്ല, അത് നമ്മുടെ സദേൺ റെയിൽവേയിൽ ആദ്യത്തെ സ്റ്റോപ്പ് ആയതുകൊണ്ടാണ്. അപ്പോൾ എന്നാൽ നമുക്ക് കൂടുതലോട്ട് പോവാം. चपाती बिरयानी खाना चपाती खाना 6:48 അഹെഡ് ഓഫ് ഷെഡ്യൂൾ നമ്മൾ കാട്ട്പാടിയിലെത്തി. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് അഹെഡ് ഓഫ് ഷെഡ്യൂളാണ് കാട്ട്പാടിയിൽ എത്തിയിരിക്കാൻ വേണ്ടി. ഇവിടെ കുറച്ച് നേരം കിടക്കും. ഇവിടെ കുറച്ച് നേരം കിടന്നിട്ടേ പോകുള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള വൃന്ദാവൻ എക്സ്പ്രസ് ആണ്. മീൻവെൽ നമ്മുടെ സ്റ്റാർട്ടറായി, നമ്മുടെ അടുത്തായി. അപ്പം നമ്മളങ്ങനെ വിട്ടു. 7 മണിക്ക് എടുത്തു കേട്ടോ. $60,350 ആണ് ലോക്കോ. ആസാദി കാ അമൃത് മഹോത്സവ് ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒഫീഷ്യലി ഡിന്നർ സ്കിപ്പ് ചെയ്യണം. വൈകുന്നേരം അതൊക്കെ തന്നില്ലേ, വിശക്കുന്നൊന്നുമില്ല. ഡിന്നർ സ്കിപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ നോക്കട്ടെ, ചിലപ്പോൾ സേലത്തെത്തിയിട്ട് വിശന്നിനെല്ലാം മേടിച്ച് തിന്നും കേട്ടോ. 10:30 ആവില്ലേ സേലത്തെത്തുമ്പോൾ. വിശന്നാലും മേടിച്ച് തിന്നും. സേലത്ത് ഞാൻ റിട്ടയറിംഗ് റൂം എടുത്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ സേലത്തെത്തിയിട്ട് പറയാം. അപ്പോൾ ഫോക്സ്, നമ്മുടെ കാച്ചിഗുഡയിൽ നിന്നുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളങ്ങനെ സേലം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10:21. വണ്ടി ഏകദേശം ഒരു 20 മിനിറ്റിനടുത്ത് ലേറ്റാണ്. 20 മിനിറ്റില്ല, 20 മിനിറ്റിനടുത്ത് ലേറ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻസ്, സജഷൻസ് മുതലായവയൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ പറയാനുള്ളത്, നമുക്ക് വേറൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം എന്ന് പറയുന്നുള്ളൂ. വേറൊരു വീഡിയോ എന്ന് പറയുമ്പോൾ
നമ്മൾ ഇപ്പോൾ തന്നെ, അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് 2:30-ക്കാണ് രാത്രിയിലും. അപ്പോൾ നമുക്കൊരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു AC വെയിറ്റിംഗ് റൂമുണ്ട്. ആ AC വെയിറ്റിംഗ് റൂമിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കണമല്ലോ നമ്മൾ അത്രയും നേരം. അപ്പോൾ ഡോർമിറ്ററി ആകുമ്പോൾ കുറച്ച് നേരം കിടക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാനൊരു ഡോർമിറ്ററി ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാൻ അടുത്ത 4 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ റിട്ടയറിംഗ് റൂം അറ്റ് പ്ലാറ്റ്ഫോം 3 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം എന്താ സംഭവം, എവിടെയാണോ നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് ചെന്നൈ സെൻട്രൽ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ്. നമ്മൾ ഇവിടുന്ന് പാലക്കാട്ടേക്കാണ് യാത്ര. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് പോലെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഫീഡ്ബാക്ക്, കമൻസൊക്കെ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് കാണാം. So this is Binay Shankar signing off from Platform 7. See you again in another beautiful video. Until then, bye-bye.